പാലക്കാട് പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ. പോത്തുണ്ടി സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് ചെന്താമരയാണെന്ന് തെളിഞ്ഞതായി പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കൂ എന്നാണ് കോടതിയിൽ ചെന്താമരയുടെ പ്രതികരണം. കേസിൽ മാധ്യമവാർത്തകൾ കോടതിയെ സ്വാധീനിച്ചുവെന്നും അപ്പീൽ പോകുമെന്നും ചെന്താമരയുടെ അഭിഭാഷകൻ പറഞ്ഞു. ജനുവരി 27 പാലക്കാട് പോത്തുണ്ടി ബോയൻ നഗറിൽ താമസിച്ചിരുന്ന സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയായിരുന്നു ഇരട്ടക്കൊലപാതകം നടത്തിയത്. സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച ശേഷം പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. കോടതിയിൽ ഒരിറ്റു കുറ്റബോധം പ്രകടിപ്പിക്കാതിരുന്ന ചെന്താമര തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊള്ളൂ എന്നും ഒരു കവിളിൽ ഒരടി കിട്ടിയാൽ മറ്റേ കവിളും കാണിച്ചു നൽകാൻ താൻ ഗാന്ധിജിയല്ലെന്നും കോടതിയോട് പറഞ്ഞു. ചെന്താമരയ്ക്കെതിരെ വധശിക്ഷ വിധിക്കണമെന്നും തങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ച മരണവേദന ചെന്താമര അനുഭവിക്കണമെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറഞ്ഞു. അയാൾക്ക് തൂക്കുകാരനെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാളെ നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊള്ളണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ കോടതിയിലെ ഉത്തരങ്ങൾ മാധ്യമങ്ങളോടുള്ള വെറുപ്പിന്റെ ഭാഗമാണെന്നും കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ജേക്കബ് മാത്യു പറഞ്ഞു. 1.5 വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ് മാധ്യമ വിചാരണ നേരിട്ട ഒരു പ്രതി കോടതിയിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കരുതുന്നില്ല. ഈ കോടതിയുടെ വ്യൂ ഇതാണ്. ഇത് അന്തിമ വിധിയല്ല. ഇനി അപ്പീൽ കോടതിയിൽ അപ്പീൽ പോകും. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ചെന്താമരയ്ക്ക് ഇരട്ടക്കൊലപാതകത്തിലുള്ള ശിക്ഷ എന്താണെന്ന് മറ്റന്നാൾ കോടതി വിധിക്കും. റിപ്പോർട്ടർ, പാലക്കാട്.